ഗുഡ് മോർണിംഗ് ഗായ്സ്. അപ്പോൾ ഇന്ന് വ്ളോഗ് തുടങ്ങുന്നത് ബ്രേക്ക്ഫാസ്റ്റ് കാണിച്ചുകൊണ്ടാണ് കേട്ടോ. അപ്പോൾ ഇതാണ് ബ്രേക്ക്ഫാസ്റ്റാണ് ഫസ്റ്റ്. അപ്പോൾ ഇന്ന് നമ്മൾ നേരം രാവിലെ എണീറ്റത് മുതൽ കാണിക്കാൻ പറ്റിയില്ല, കാരണം ഫോൺ സ്വിച്ച് ഓഫ് ആയി പോയിരുന്നു. അപ്പോൾ ഞാൻ വേഗം കുറച്ച് ചാർജിന് ഇട്ടിട്ട് ഞാൻ വേഗം ബ്രേക്ക്ഫാസ്റ്റിൻ്റെ കാര്യത്തിന് വന്നേക്കാണ് കേട്ടോ. അപ്പോൾ ഇതൊക്കെ എന്താണെന്ന് പോലും സത്യത്തിൽ മനസ്സിലായില്ലേ. കുറേ ഐറ്റംസ് ഉണ്ടായിരുന്നു. നമ്മുടെ കഞ്ഞിയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. പക്ഷേ നമ്മുടെ അരി പോലത്തെ അരിയൊന്നുമല്ല, ഭയങ്കര സ്റ്റിക്കി റൈസിലുള്ള കഞ്ഞിയൊക്കെയാണ്. അതുകൊണ്ട് അതൊന്നും എടുക്കാൻ പറ്റിയില്ല. പിന്നെ എന്തൊക്കെയോ ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മളിങ്ങനെ ഓരോന്നായിട്ട് നോക്കുകയാണ്. അപ്പോൾ ഇത് നമുക്ക് പറ്റിയതാണ്, ബേബി പൊട്ടറ്റോ റോസ്റ്റ് ചെയ്തതാണിത്. അപ്പോൾ അത് എടുത്തായിരുന്നു കുറച്ച്. പിന്നെ അപ്പോൾ നമ്മൾ വെജിറ്റേറിയൻ ആയതുകൊണ്ട് നോണൊന്നും എടുക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് ആദ്യം കുറച്ച് ബേബി പൊട്ടറ്റോ റോസ്റ്റൊക്കെ എടുത്തായിരുന്നു. അപ്പോൾ അതിന് ശേഷം നമ്മുടെ കിഡ്നി ബീൻ ഉണ്ടല്ലോ, രാജ്മ എന്നൊക്കെ പറയും. അപ്പോൾ ആ ബീൻ വെച്ചിട്ട് അവരൊരു കറി പോലെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതും കുറച്ച് ടേസ്റ്റ് ചെയ്യാനായിട്ട് എടുത്തു. പക്ഷേ സത്യത്തിൽ ഞങ്ങൾക്ക് ആർക്കും ഇവിടുത്തെ ഫുഡ് ഒട്ടും പറ്റുണ്ടായിരുന്നില്ല. പിന്നെ നമ്മൾ ഒരു നാട്ടിൽ പോയാൽ നമ്മൾ അവിടുത്തെ ഫുഡ് കഴിക്കണമല്ലോ, അതുകൊണ്ട് അങ്ങനെ ഓരോന്ന് എടുക്കുകയാണ്. അപ്പോൾ ഇത് ഇന്നലെ ഞാൻ പറഞ്ഞ പോലെ നാനാണ്. നമുക്ക് വേറെ ഒന്നും ദോശ അങ്ങനത്തെ ചപ്പാത്തി പോലും ഇവിടെ കിട്ടണില്ല. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് ഒരു പീസ് നാൻ എടുത്തായിരുന്നു. അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് നമ്മളിങ്ങനെ ഓരോ നോക്കുകയാണ്. അപ്പോൾ അതിന് ശേഷം അതിൻ്റെ ഇപ്പുറത്ത് വെജിറ്റബിൾ കറിയും സേമിയ ഉപ്പുമാവ് ഉണ്ടായിരുന്നു. അപ്പോൾ അത് ഒന്നെടുത്തായിരുന്നു ടേസ്റ്റ് ചെയ്യാനായിട്ട് തന്നെ. അപ്പോൾ സേമിയ ഉപ്പുമാവ് വലിയ കുഴപ്പമില്ല, നമ്മുടെ പോലെ ഒന്നല്ല, ഒരിക്കലും നമ്മുടെ സേമിയോ അല്ല ഇത്. കണ്ടാൽ അങ്ങനെ തോന്നുമെങ്കിലും ഒരുമാതിരി ഗ്ലാസ് സേമിയായിരുന്നു. അപ്പോൾ ഇതൊക്കെയാണ് കേട്ടോ ബ്രേക്ക്ഫാസ്റ്റ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. അപ്പോൾ അതിനുശേഷം നമ്മൾ ഇന്ന് കുറച്ച് ഐലൻഡിലേക്കാണ് പോണത്. അപ്പോൾ ഞാനും അമ്മയൊക്കെ റെഡി ആയിട്ട് നിന്നു. അത് അമ്മയെ റെഡിയായി. ആർദ്രക്കുട്ടിക്ക് വെയ്യായം ക്ഷീണം ഉണ്ട് ഇപ്പോഴും, എന്നാലും അത് റിക്കവറായി വരുന്നേ ഉള്ളൂ കേട്ടോ. അപ്പോൾ നമ്മൾ ഐലൻഡിൻ്റെ ആ ഒരു ടിക്കറ്റ് കൗണ്ടറിൽ എത്തി. അപ്പോൾ അങ്ങോട്ട് പോവുകയാണ്. അപ്പോൾ നമ്മളിതാ ഇനി ഹാർബറിൽ പോയേക്കുവാണ്. അപ്പോൾ ഇവിടെ നിന്നാണ് നമ്മളിനി ബോട്ടിൽ വേണം ഒരു ഐലൻഡിൽ പോകണം. അപ്പോൾ കുറേ ഐലൻഡ് ഉണ്ട്. അങ്ങനെ നമ്മൾ ഓരോ ഐലൻഡിലേക്ക് നമ്മൾ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇനി ഇവിടുന്ന് നമ്മൾ അപ്പുറത്ത് കിടന്നിട്ട് ബോട്ടുണ്ട്. ആ ബോട്ടിലാണ് നമ്മളിനി ഫസ്റ്റ് ഐലൻഡിലേക്ക് പോകുന്നത്. അപ്പോൾ നമ്മളിനി ഓരോ ബോട്ടിലേക്കായിട്ട് വേണ്ടിയിട്ട് ഓരോരുത്തർ ഇങ്ങനെ റെഡി ആയിട്ട് നിൽക്കുകയാണ്. അപ്പോൾ ഞാനപ്പോൾ ഇവരുടെയൊക്കെ വീഡിയോ വെറുതെ എടുക്കുകയാണ് കേട്ടോ, ചുമ്മാ എടുക്കുകയാണ്. അപ്പോൾ ആദ്രക്കുട്ടിക്ക് വയ്യ, ഞാൻ പറഞ്ഞ പോലെ തന്നെ. ഇപ്പോൾ അവൾക്ക് ക്ഷീണം തീരെ മാറിയിട്ടില്ല, ഫുഡും അവൾ കഴിക്കണില്ല. പിന്നെ വെള്ളമാണെങ്കിലും അതെ ഭയങ്കര പ്രോബ്ലം പോലെ തോന്നി. എനിക്കും വെള്ളമൊക്കെ ഭയങ്കര കുറച്ച് പ്രശ്നമാണ് കേട്ടോ. അപ്പോൾ നമ്മളിനി ബോട്ടിലേക്ക് പോവാണ്, ബോട്ടിലേക്ക് കയറുകയാണ്. അപ്പോൾ ഇതാണ് ബോട്ട്, 2 ഡബിൾ ഡെക്കർ ബോട്ട് പോലെയാണ്. അപ്പോൾ നമ്മൾ അടിയിലാണ് ഇരുന്നത്, മുകളിലല്ല. അപ്പോൾ ഇപ്പോൾ ബോട്ടിലേക്ക് കയറുക. അപ്പോൾ ഭയങ്കര തിരക്കുണ്ട് കേട്ടോ, നല്ല തിരക്കുണ്ട്. അപ്പോൾ ആദ്യമേ പോയിട്ട് സീറ്റ് പിടിച്ചായിരുന്നു, അതുകൊണ്ട് വേഗം സീറ്റൊക്കെ എല്ലാവർക്കും കിട്ടി. അപ്പോൾ അതിനുശേഷം നമ്മളിതാ ഫസ്റ്റ് ഐലൻഡിൽ എത്തി. അപ്പോൾ അവിടെ ഇറങ്ങി നമ്മൾ. അപ്പോൾ ആദ്രക്കുട്ടിക്ക് തീരെ വയ്യാണ്ട് അച്ഛൻ അവളെയും പിടിച്ച് നടക്കുവാണ്. അവൾക്ക് തീരെ വയ്യ, ഭയങ്കര ക്ഷീണമുണ്ട്. അപ്പോൾ നമ്മളിതാ ഫസ്റ്റ് ഐലൻഡിൽ എത്തിയിട്ടോ. അപ്പോൾ നമ്മളിനി ഇവിടെ നിന്ന് ഒരാൾ വരും കൊണ്ടുവരാൻ. അപ്പോൾ ആളുടെ ഒപ്പമാണ് നമ്മളിനി കാറിൽ പോവുക. ആളാണ് നമ്മുടെ കാറിലേക്ക് എല്ലാത്തിലേക്കും കൊണ്ടുവന്നത്. അപ്പോൾ ആൾക്ക് വേണ്ടിയിട്ട് ഇനി വെയിറ്റ് ചെയ്യണം. അപ്പോൾ നമ്മൾ കുറച്ചൊന്ന് നടന്നു കഴിഞ്ഞാൽ അവിടെ ആൾ വെയിറ്റ് ചെയ്യുന്നുണ്ട് നമുക്ക് വേണ്ടിയിട്ട്. അപ്പോൾ ഫസ്റ്റ് ഐലൻഡിലേക്കുള്ള യാത്ര. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ആ കാറ് വെയിറ്റ് ചെയ്തൊരു ചേട്ടൻ നിൽക്കുന്നുണ്ട്. അപ്പോൾ അപ്പോൾ ആളുടെ അടുത്തേക്ക് പോവുകയാണ്. എന്നിട്ട് കാറിലാണ് നമ്മൾ ഓരോ ഐലൻഡിലേക്കും ബീച്ചിലേക്കൊക്കെ പോണത് കേട്ടോ. അപ്പോൾ അങ്ങനെ കാറിൽ കയറി. അപ്പോൾ വഴിയൊക്കെ കുറച്ച് മോശമാണ് കേട്ടോ, ഭയങ്കര കുറച്ച് പേടിയാവുന്ന ടൈപ്പ് വഴിയൊക്കെയാണ്. ആൾ നല്ല എക്സ്പേർട്ട് ഡ്രൈവറാണ് കേട്ടോ, അതാണ് ഇങ്ങനെ ഓടിക്കണേ. ഞങ്ങളൊക്കെ അത് പറയായിരുന്നു. കാരണം മൊത്തം ഈ നമ്മുടെ വയനാടൊക്കെ കാണുന്ന പോലെ, ചുരമൊക്കെ കാണുന്ന പോലെയാണ്. മൊത്തം വളവും തിരിവുന്നേയുള്ളൂ. അതും സൈഡിൽ രണ്ടും കുറച്ച് സീനൊക്കെയാണ് കേട്ടോ. അങ്ങനെയാണ് അതിൻ്റെ ഒരു ഇത് വരുന്നത്. അപ്പോൾ നമ്മളിങ്ങനെ എത്തിക്കൊണ്ടിരിക്കുക. അപ്പോൾ ഫസ്റ്റ് ബീച്ച് എന്ന് പറയുന്നത് ക്രിസ്റ്റൽ ബേ ബീച്ചിലേക്കാണ് നമ്മൾ ഫസ്റ്റ് പോയത് കേട്ടോ. അപ്പോൾ അതാണ് നമ്മുടെ ഫസ്റ്റ് ബീച്ച്. അപ്പോൾ ഇതാണ് ഫസ്റ്റ് ബീച്ച് കേട്ടോ. അപ്പോൾ നല്ല രസമുണ്ടായിരുന്നു കാണാൻ. ഒരു നോർമൽ ബീച്ച് പോലെ എന്ന് പറയാൻ പറ്റില്ല, നല്ല വൃത്തിയുണ്ട് ഇവിടെ, നല്ല വൃത്തിയൊക്കെയാണ്. നമ്മുടെ നോർമൽ ബീച്ച് പോലെയുള്ള ഒരു കൂൾ എഫക്റ്റ് ഉള്ള ഒരു നല്ലൊരു ബീച്ച്. ഓവറായിട്ട് വെയിലൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. അതുകൊണ്ട് തന്നെ ക്ലൈമറ്റൊക്കെ നമുക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടിരുന്നു. ഓവർ ക്ലൈമറ്റ് എന്നൊന്നും പറയാൻ പറ്റില്ല. അപ്പോൾ ഞാൻ ചുമ്മാ അങ്ങനെ കാലിലൊക്കെ ഇങ്ങനെ വരുന്നതൊക്കെ എടുക്കുമായിരുന്നു. എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമായി കേട്ടോ. അപ്പോൾ ഞാൻ അതിൻ്റെ ഇടയ്ക്ക് അച്ഛനും അമ്മയൊക്കെ ഫോട്ടോസ് എടുക്കാമെന്ന് വെച്ചു ഞങ്ങൾ. അപ്പം അവരെയൊക്കെ നിർത്തി ഫോട്ടോസൊക്കെ എടുത്തു ഞങ്ങൾ. അതിനുശേഷം ആർദ്രക്കുട്ടിക്ക് ഒരു ഇളനീര് കുടിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഞങ്ങളെല്ലാവരും ഇളനീര് കുടിച്ചു കേട്ടോ. നല്ല ഇളനീരായിരുന്നു, നല്ല റിഫ്രഷിങ് ആയിട്ടുള്ള ഇളനീരായിരുന്നു. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു കേട്ടോ.
നല്ലതല്ലേ? ഒരു തരിപ്പുണ്ട് വെള്ളത്തിന്, എനിക്ക് അതാ ഇഷ്ടമായത്. എങ്ങനെയുണ്ടടാ? കൊള്ളാം, നല്ല ടേസ്റ്റ് ഉണ്ട്. സോ നമ്മൾ സെക്കൻഡ് ഐലൻഡ്, ഇനിയുള്ളതൊക്കെ ഐലൻഡാണ് കേട്ടോ. അപ്പോൾ സെക്കൻഡ് ഐലൻഡിലേക്ക് പോയി. അപ്പോൾ ഇതിൻ്റെ പേരെന്ന് പറയുന്നത് ന്യൂസ പെനിഡ ഐലൻഡാണ്. ന്യൂസ പെനിഡ എന്നാണ് നെയിം വരുന്നത്. അപ്പോൾ അങ്ങനെ ഒരു ഐലൻഡാണ്. അപ്പോൾ നേരത്തെ കാണിച്ചതുപോലെ തന്നെ നല്ലൊരു ഇങ്ങനത്തെ ഫോട്ടോഷൂട്ടൊക്കെ വേണമെങ്കിൽ നമുക്ക് ചെയ്യാം കേട്ടോ. പക്ഷെ അതിനൊക്കെ എക്സ്ട്രാ നമുക്ക് ക്യാഷൊക്കെ കൊടുക്കണം. പിന്നെ ഭയങ്കര തിരക്കായിരുന്നു, ക്യൂ പോലെയൊക്കെ ഉണ്ടായിരുന്നു സൈഡിലൊക്കെ. അപ്പോൾ അതുകൊണ്ട് നമ്മൾ പിന്നെ ഫോട്ടോഷൂട്ടിനൊന്നും നിന്നില്ല. അപ്പോൾ ഇതാണ് ന്യൂസ പെനിഡ ബീച്ച്. എല്ലാവർക്കും ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. നല്ലൊരു എന്താ പറയുക, നമ്മളിങ്ങനെ സിനിമയിലൊക്കെ കാണില്ലേ ഒരു തരം നല്ലൊരു സോങ്സിലൊക്കെ കാണുന്ന ടൈപ്പ് ബീച്ച് പോലെ എനിക്ക് തോന്നിയത്. അപ്പോൾ ഇങ്ങനെ വെള്ളം കയറിക്കൊണ്ടിരിക്കുകയായിരുന്നു കേട്ടോ. അപ്പോൾ ഈ തിരമാലയൊക്കെ വരണ കാണാൻ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുണ്ടായിരുന്നു. എല്ലാവർക്കും ഭയങ്കര ഇഷ്ടപ്പെട്ടു കേട്ടോ. പക്ഷെ അമ്മ ആർദ്രക്കുട്ടിയും വന്നിരുന്നില്ല, ഞാനും അച്ഛനൊക്കെ കൂടി മാത്രമേ പോയുള്ളൂ കേട്ടോ. കാരണം അവൾക്ക് വയ്യാത്തതുകൊണ്ട് അമ്മ അവളുടെ കൂടെ ഇരിക്കുമായിരുന്നു. അപ്പോൾ ഞങ്ങളിങ്ങനെ ഇത് ബീച്ചിൻ്റെ സൗന്ദര്യമൊക്കെ കണ്ട് ഇങ്ങനെ നടക്കുമായിരുന്നു. കണ്ടില്ലേ, ഇത് അടിപൊളിയായിരുന്നു. ഈ ടൈമിൽ എല്ലാവരും ഭയങ്കരമായിട്ട് ഓളിയൊക്കെ ഇട്ടായിരുന്നു, കൂവിയായിരുന്നു കേട്ടോ. നല്ല രസമുണ്ടായിരുന്നു. എല്ലാവർക്കും ഈ ഒരു ബീച്ച് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. കാരണം ഒരു പ്രത്യേക തരം ആ വാട്ടറൊക്കെ കണ്ടില്ലേ നിങ്ങൾ, നമ്മുടെ കേരളത്തിലോ അല്ലെങ്കിൽ ഇവിടെയൊക്കെ കാണുന്ന പോലത്തെ ഒരു വാട്ടറല്ല, ശരിക്കും ബ്ലൂ കളർ തന്നെയാണ്. നമ്മൾ ശരിക്കും പറയില്ലേ ബ്ലൂ കളർ വെള്ളം, അത് തന്നെയായിരുന്നു ഇത്. കറക്റ്റ് ബ്ലൂ ആയിരുന്നു. ബ്ലൂ ഐലൻഡ് എന്ന് തന്നെ എനിക്ക് തോന്നിയത്. കറക്റ്റ് അതേപോലെ തന്നെയായിരുന്നു കേട്ടോ. എന്തായാലും നല്ലൊരു ഇതായിരുന്നു. അപ്പോൾ ഇതാണ് അവരുടെ അതിൻ്റെ ഒരു പ്രകൃതി ഭംഗി എന്നൊക്കെ വേണമെങ്കിൽ പറയാം. നല്ല രസമായിരുന്നു കാണാൻ. ഒരുപാട് ഫോട്ടോസൊക്കെ എടുത്തിട്ടുണ്ട് കേട്ടോ ഞങ്ങൾ. ഫോട്ടോസൊക്കെ ഞങ്ങൾ ചുമ്മാ എല്ലാ ഇൻസ്റ്റയിലൊക്കെ ഇടുന്നുണ്ട്. അപ്പോൾ നല്ല ഫോട്ടോസൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. കണ്ടില്ലേ, നല്ല രസമുണ്ടായിരുന്നു എന്തായാലും. അപ്പോൾ ഇതാണ് നമ്മുടെ സെക്കൻഡ് ഐലൻഡ്, ന്യൂസ പെനിഡ, അങ്ങനെയാണ് കേട്ടോ ഇതിൻ്റെ പേര്. അപ്പോൾ കണ്ടിട്ടും ഞങ്ങൾക്ക് മതി വരുന്നുണ്ടായിരുന്നില്ല. കാരണം അവിടെ ഇരിക്കുമ്പോൾ തന്നെ നല്ലൊരു എന്താ പറയുക, നല്ലൊരു കൂൾ എഫക്റ്റായിരുന്നു. എല്ലാവർക്കും ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു എന്തായാലും. അപ്പോൾ ഇത് നെക്സ്റ്റ് ഐലൻഡാണ്, അവിടെ തന്നെ അടുത്തുള്ളതാണ്. ഇത് ബ്രോക്കൺ ബീച്ച് ഐലൻഡ് എന്ന് പറയും. അപ്പോൾ ഇത് കണ്ടില്ല, ഇങ്ങനെ ഒരു ബ്രോക്കൺ ടൈപ്പ് ഉണ്ട്, അതൊരു ആർക്ക് പോലെ. അപ്പോൾ ഇവിടെ നമ്മൾ ബാക്ക്ഗ്രൗണ്ട് കിട്ടുന്ന രീതിയിൽ ഇവിടെ നമ്മൾ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തായിരുന്നു കേട്ടോ. നല്ല രസമുണ്ടായിരുന്നു. ഇതും ഒരു പ്രത്യേക ഒരു ഭംഗി ഇതിനും ഉണ്ടായിരുന്നു. നല്ലൊരു എന്താ പറയുക, ബ്രോക്കൺ ബീച്ച് തന്നെയായിരുന്നു കേട്ടോ. അപ്പോൾ നെക്സ്റ്റ് ലഞ്ചൊക്കെ ഭയങ്കര സീനായിരുന്നു ഗൈസ്. ലഞ്ച് എന്നൊക്കെ പറഞ്ഞത് ഇതായിരുന്നു ലഞ്ച്, വേറെ ഒന്നും ഉണ്ടായിരുന്നില്ല. അയ്യോ, ഫുഡ് എന്ന് പറയുന്നത് ഇവിടുത്തെ, ഞാൻ പറഞ്ഞില്ലേ ഫുഡ് നമുക്കൊന്നും പറ്റണ ഫുഡല്ല. ഇത് ഫ്രൂട്ട് സലാഡ് പറഞ്ഞു, പക്ഷേ ഫ്രൂട്ട് സലാഡിൽ തന്നെ ആ ഒരു സ്കൂപ്പ് ഐസ്ക്രീമേ അവർ ഇട്ടിട്ടുള്ളൂ. ബാക്കി ആ വൈറ്റ് സാധനം കാണുന്നതൊക്കെ കേടാണ്. അപ്പോൾ അവർ കേട് ഇട്ടു. ഈ ഫ്രൂട്ട് സലാഡിൻ്റെ കൂടെ കേട് എന്തിനാ ഇട്ടെന്ന് ആർക്കും അറിയില്ല. അപ്പോൾ ഇതായിരുന്നു ഇന്നത്തെ ഫുഡ്. ഹലോ ഗായ്സ്, ഒന്നും പറയണ്ട. അപ്പോൾ ഇന്നത്തെ വ്ളോഗ് ഇത്ര എടുക്കാൻ പറ്റിയുള്ളൂ. അപ്പോൾ പകുതി വെച്ച് എൻ്റെ ഫോൺ സ്വിച്ച് ഓഫ് ആയി. പിന്നെ അതിൻ്റെ ഇടയ്ക്ക് കുറച്ച് വയ്യായ ഉണ്ടായി, അനിയത്തിക്ക് വയ്യായ പോലെ ഉണ്ടായി. അപ്പോൾ അതിൻ്റെ ആകെ തിരക്കായിരുന്നു. അപ്പോൾ വ്ളോഗ് ഇത്ര വെച്ചേ പറ്റിയുള്ളൂ. പിന്നെ സത്യത്തിലൊന്നും നമ്മൾ വേറെ ഒന്നും കണ്ടില്ല കേട്ടോ. ഫുഡ് കഴിച്ചിട്ട് പിന്നെ നേരെ റൂമിലേക്ക് വരികയാണ് ചെയ്തത്. അവിടുന്ന് കുറേ ദൂരം ഉണ്ടായിരുന്നു. പിന്നെ ബോട്ട് കിട്ടാൻ വൈകി. പിന്നെ പിന്നെ ബോട്ടിലും കുറേ യാത്രയുണ്ടായിരുന്നു. പിന്നെ അത് കഴിഞ്ഞ് നമുക്ക് കുറച്ച് ജീരക ആവശ്യമായിരുന്നു, ജീരക വെള്ളത്തിന് വേണ്ടി. അപ്പോൾ അതിങ്ങനെ കുറച്ച് കാര്യങ്ങളായിട്ട് നടക്കുമായിരുന്നു. ഇപ്പോൾ ഇതാ റൂമിൽ വന്ന് കയറിയുള്ളൂ. അതിൻ്റെ ഇടയ്ക്ക് ഫോൺ സ്വിച്ച് ഓഫ് ആയി. അപ്പോൾ ഫോണൊന്ന് ചാർജിനിട്ടു. അങ്ങനെ ആകെ ബിസി ആയിരുന്നു ഇന്ന്. അപ്പോൾ ഇന്ന് ഇത്രയൊക്കെ കണ്ടത്. നമ്മൾ ഐലൻഡ് ആയിരുന്നു ഇന്ന് കൂടുതൽ. ഞാൻ ഓരോ 3 ഐലൻഡാണെന്ന് തോന്നുന്നു കണ്ടത്. അപ്പോൾ അത് 3 ഞാൻ ഇട്ടിട്ടുണ്ട്. അപ്പോൾ അതാണ് ഇന്നത്തെ വ്ളോഗ് കേട്ടോ. അപ്പോൾ ഇനിയിപ്പോൾ രാത്രി നമ്മൾ ഫുഡിന് അങ്ങനെ, ഞാൻ പറഞ്ഞില്ല ഇവിടെ ഏറ്റവും പ്രശ്നം ഇവിടെ ഫുഡാണ്. നമുക്ക് ആർക്കും ഇവിടുത്തെ ഫുഡ് പിടിക്കുന്നില്ല. എന്താ പ്രശ്നം എന്ന് വെച്ചാൽ വെജിറ്റേറിയൻ ആയതുകൊണ്ട് ഇവിടെ വെജിറ്റേറിയൻ ഓപ്ഷൻസ് ഭയങ്കര കുറവാണ്. ഇനി അഥവാ വെജിറ്റേറിയൻ ഉണ്ടെങ്കിൽ തന്നെ അവർ നമ്മുടെ ഒരു രീതിയൊന്നുമല്ലല്ലോ, ഭയങ്കര ഓവർ സോസി, ഓവർ മസാല, അങ്ങനെയാണ്. നമുക്ക് തീരെ പറ്റില്ല ഇവിടുത്തെ ഫുഡ്. പ്ലെയിൻ റൈസ് പോലും കിട്ടാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പോൾ അതുകൊണ്ട് ഫുഡിൻ്റെ കാര്യത്തിൽ ഭയങ്കര പ്രശ്നമാണ്. അപ്പോൾ അതുകൊണ്ട് രാത്രി ഇപ്പം നമ്മൾ ബ്രെഡ് വാങ്ങിച്ചായിരുന്നു, ന്യൂട്ടല്ലയും. അപ്പോൾ അതാണ് കഴിച്ചത്. ബ്രെഡൊക്കെ കഴിച്ചു ഇവരെല്ലാവരും. പിന്നെ ജീരകം, കുറച്ച് നമ്മുടെ ജീരകം ഒന്നല്ല, മോദകത്തിൻ്റെ ഒരു ഫ്ലേവറുള്ളൊരു ജീരകമാണ്. അപ്പോൾ അതിട്ട് വെള്ളം തിളപ്പിച്ച് അതും കുടിച്ചായിരുന്നു. അപ്പോൾ ഇപ്പോൾ ജസ്റ്റ് ഒന്ന് കിടക്കുകയാണ്. ഇനി ഒന്ന് ഫ്രഷ് ആവണം, മേലൊക്കെ കഴുകിയിട്ട് വേണം
ഇനി കിടക്കാനായിട്ട്. അപ്പോൾ ഞാൻ ഇന്ന് ഇത്ര എടുക്കാൻ പറ്റുള്ളൂ എനിക്ക്. അപ്പോൾ അതിൻ്റെ ഒരു വിഷമമുണ്ട് ഗൈസ്. എൻ്റെ ഫോൺ ഞാൻ ശ്രദ്ധിച്ചില്ല ചാർജ് ഇല്ല എന്നുള്ളത്. അപ്പോൾ ഇനിയിപ്പോൾ നാളത്തേക്കുള്ളതൊക്കെ മുൻപേ എനിക്ക് ചാർജ് ചെയ്ത് വെക്കണം, അല്ലെങ്കിൽ ശരിയാവില്ല. എന്നാലേ അതൊരു കറക്റ്റായിട്ട് കിട്ടുള്ളൂ. എല്ലാ വ്ളോഗും ശരിക്കും എടുക്കണമെങ്കിൽ നമുക്ക് ചാർജ് ചെയ്യാൻ വെക്കണം. അപ്പം അതുകൊണ്ട് ഇന്ന് അങ്ങനെ ഒരു മൂഡി ഡേ ആയിരുന്നു, മൂഡ് ഓഫ് ആയിരുന്നു കുറച്ച്. അതുകൊണ്ട് ഓക്കെ. അപ്പോൾ ഇന്നലത്തെ വ്ളോഗ് എല്ലാവരും കണ്ടു എന്ന് വിചാരിക്കണു. അപ്പോൾ ഇന്നത്തെ വ്ളോഗിനി ഞാൻ അപ്ലോഡ് ചെയ്യും, നാളെ ഇരിക്കും മിക്കവാറും അപ്ലോഡ് ചെയ്യാം കേട്ടോ. അപ്പോൾ എല്ലാവരും എൻ്റെ വ്ളോഗ് കാണാൻ സപ്പോർട്ട് ചെയ്യുക. ദിസ് ഈസ് ആര്യ താമരപ്പള്ളീസ് വ്ളോഗ്. ബൈ.